രഘുട്ടാ, ആ രഘുട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ശരിയായോ? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും എനിക്കറിയില്ല. സൗമ്യയാണെങ്കിൽ ആകെ ദേഷ്യത്തില്ല. എനിക്ക് കിട്ടുന്ന സാലറി ചേട്ടൻ അറിയാലോ. മോനെ, ഇത്രയും വലിയ തുക അത്ര പെട്ടെന്ന് ചേട്ടൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? ആ, ചേട്ടനൊരു കാര്യം ചെയ്യ്. അച്ഛൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടുമ്പോൾ അതെടുത്തോ. എനിക്കൊന്നും വേണ്ട, പോരെ? പിന്നെ പിന്നെ ചേട്ടത്തി മരിച്ചപ്പോഴുള്ള പണ്ടങ്ങളും ആമിമോളുടെ ആഭരണങ്ങളും പണയം വെച്ച് തന്നാൽ മതി. നോക്കട്ടെ, ചേട്ടൻ വൈകിട്ട് വീട്ടിൽ വരട്ടെ. ഹലോ അറിയാ. ഞാൻ 2 ദിവസമായിടാ ദുബൈന്ന് വന്നിട്ട്. സുഹൃത്തുക്കളെ എല്ലാം ഒന്ന് കാണുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അതെ 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 അതെ. നമുക്ക് കാണാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ. അളിയാ, ഒരു സെക്കൻഡ് എപ്പോൾ വിളിക്കാടാ? ഹലോ. രഘു എവിടെയാടേ? രഘു എവിടെയാണ് ജോലി ചെയ്യുന്നത്? തോമസേ, എനിക്കൊന്ന് കാണണമായിരുന്നു. ശരി അളിയാ, വൈകിട്ട് കാണാം. ഓക്കെ, ശരി. നീ എന്താടാ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ, അത് നിനക്കറിയില്ലേ? നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. എന്താ, അതും വേണ്ടേ? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹരിയുടെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തേക്ക് നടക്കുമോ? നീ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. ഹരിയെ സൂക്ഷിക്കണം. അപ്പോ രാത്രിയിലത്തെ കാര്യം മറക്കണ്ട. എത്രയാണ? രഘുവേ, എപ്പോ വന്നടാ? ഞാൻ വന്നിട്ട് 2 ദിവസമായില്ലേ. നിനക്ക് സുഖം തന്നെ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല. നീ തിരക്കിലാണോ? ഇപ്പൊ കഴിയും. എന്നാ ഒന്ന് പെട്ടെന്ന്. അച്ഛൻ എങ്ങനെയുണ്ടോടാ? മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. ചിലപ്പോൾ അച്ഛനെ കാണുമ്പോൾ എൻ്റെ മനസ്സൊന്ന് പിളയും. അമ്മ പോയി, ഭാര്യയും. അച്ഛൻ എല്ലാം ശരിയാവൂടാ. നിന്റെ അനുജന്റെ ഭാര്യ നിന്റെ അച്ഛനെ പോയി. പുതിയ തലമുറയല്ലേ, അത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. അവളെപ്പോലെ ഒരാളെ ഞാൻ ഇന്ന് കണ്ടു, ഒരാളുടെ ബൈക്കിലിരുന്ന് പോകുന്നതായിട്ട്. അവളാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ആ ബൈക്ക് ഓടിച്ച ആളെ എനിക്കറിയാം. അവനൊരു ഫ്രോഡാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സത്യമാണോ രക്ഷിതേ നീ പറയുന്നത്? എൻ്റെ ഒരു സംശയമാണ്, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ശരിടാ, കാണാം. ഓക്കെ. ഒന്നുമില്ല മോളെ. അമ്മിമോളോട് പറയില്ലേ? അച്ഛാ, പിന്നെ
ആമിമോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ ചെറിയമ്മ ഒരു അങ്കിളിന്റെ കൂടെ ബൈക്കിൽ വന്നു. എന്നെ കണ്ടില്ല അച്ഛാ. അവളെപ്പോലെ ഒരാളെ ഞാനിന്ന് കണ്ടു, ഒരാളുടെ ബൈക്കിൽ ഇരുന്ന് പോകുന്നതായിട്ട്. അവളാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ആ ബൈക്ക് അടുത്തത് 3 എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ എൻവയോൺമെന്റ്. എത്ര എസെൻഷ്യൽ ഫാക്ടർ ഉണ്ട് നമ്മുടെ എൻവയോൺമെന്റിന്? ഓക്കെ, ഫസ്റ്റ് വൺ ലേണിംഗ്, സെക്കൻഡ് ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് എൻവയോൺമെന്റ്? 3. വിച്ച് ആർ ദേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലേണിംഗ്? ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി? ശരിയായോ? എന്താ ഒന്നും മിണ്ടാത്ത? മോനെ ഹരി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് അവകാശപ്പെട്ടതാ ഞാൻ ചോദിക്കുന്നത്. മോനെ, നമ്മുടെ പെങ്ങൾ മായയുടെ കാര്യം, അച്ഛന്റെ കാര്യം. എനിക്ക് പൈസ വേണം, എനിക്ക് മറ്റൊന്നും അറിയണ്ട. മോനെ, ചേട്ടൻ അതല്ല പറഞ്ഞത്. എന്താ ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല ആരും. എന്നും വഴക്കും ബഹളവും തന്നെ. ഈശ്വര, എന്നെ അങ്ങ് നേരത്തെ വിളിച്ചുകൂടെ നിനക്ക്? എന്താ മിണ്ടി പോകരുത്. എനിക്ക് ജീവിക്കണം, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിങ്ങളുടെ മകനെ പോലെ ഒരു കോന്നന് എനിക്കിനി ആവശ്യമില്ല. മിണ്ടരുത്, ഒന്നുകളെ ഞാൻ. ആ രഘുട്ട, ഞാൻ ഹരിയാണ്. സൗമ്യ കാണുന്നില്ല. മായയോടും മോളോടും ഒക്കെ ചോദിച്ചു, അവരാരും ഒന്നും പറയുന്നില്ല. മുറ്റത്തിരുന്ന വണ്ടിയും കാണുന്നില്ല. എങ്ങോട്ട് പോയാന്തോ. മോനെ ഹരി, ഓരോ കുടുംബത്തിന്റെയും വിളക്കാണ് വന്നു ചേരുന്ന സ്ത്രീകൾ. അമ്മയില്ലായിരുന്നിട്ടും ആ കുടുംബത്തിന്റെ ഐശ്വര്യമായി കടന്നു വന്നവളാണ് നിന്റെ ചേട്ടത്തി. അവളെ ദൈവം നേരത്തെ വിളിച്ചു. നിനക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും പ്രതീക്ഷകളിൽ നിന്നും നിന്നെ വളർത്തിയിട്ടും നിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാനോ അച്ഛനോ എതിരല്ലായിരുന്നു. നീ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കിട്ടി. രഘുട്ട, ഞാൻ ഓരോ തവണ നിന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് പറയാനുള്ള അവസരവും നീ തന്നില്ല. മക്കളെ, ജീവിതം വലിയ ചോദ്യചിഹ്നങ്ങൾ നിറഞ്ഞതാണ്. പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബം സന്തുഷ്ടമായിരുന്നു. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ചെറിയ ചെറിയ സന്തോഷങ്ങളെ വലുതായി കണ്ടിരുന്നു അവർ, അന്നത്തെ കുടുംബങ്ങൾ. ഇന്നോ വെറും നൈമിഷികമായ സുഖത്തിനു വേണ്ടി എല്ലാം ഇട്ടിറങ്ങി പോകുന്നവരുടെ എണ്ണം നമുക്കിടയിൽ വർദ്ധിക്കുകയാണ്. പോട്ടെ മോനെ, ഒരു കാര്യം ഓർക്കുക, അർഹതയുള്ളതേ സ്വീകരിക്കാവൂ, അർഹിക്കുന്നവരെ കൂടെ കൂട്ടാവൂ. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണത്. മക്കളെ, നമ്മുടെ വേണ്ടാത്തതിൻ്റെ പുറകെ പോകാതിരിക്കുക. ഈ തലമുറ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. അച്ഛാ, പൊറുക്കണ ഈ മകനോട്. മകനെന്ന് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ. മാപ്പ്. സ്നേഹവിടായ ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയവനാണ് ഞാൻ. പലതും ഞാൻ മറന്നു പ്രവർത്തിച്ചു. മാപ്പ്.
മക്കളെ, നിന്നിലെ പ്രായച്ചിത്തം തന്നെയാണ് നിന്നിലെ ശരി. ഇനിയും നമുക്ക് നല്ല കാലം വരും.